സോ അടുത്ത ക്വസ്റ്റ്യൻ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻ ലീനിയർ ആയിട്ടും സർക്കുലർ ആയിട്ടും ചോദിക്കാം. ഈ ക്വസ്റ്റ്യനിൽ സർക്കുലർ അറേഞ്ച്മെന്റ് ആണ്. ഇങ്ങനെ സർക്കുലർ അറേഞ്ച്മെന്റ് ചെയ്യണം ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ. സോ സർക്കുലർ അറേഞ്ച്മെന്റ് എങ്ങനെ ചെയ്യാം? അത് ഫേസിങ് ടുവേർഡ്സ് ദ ടേബിൾ, എവേ ഫ്രം ദ ടേബിൾ. ഇവിടെ ഫേസിങ് ദ സെന്റർ എന്നാ പറയുന്നത്. സോ ഇതൊരു സർക്കിൾ ആണെങ്കിൽ നമുക്ക് പടം വരയ്ക്കാം. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. യു ആൻഡ് എച്ച് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എം. സോ എമ്മിന്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണെന്ന് പറഞ്ഞാൽ എമ്മിന്റെ ഇടത്തും വലത്തുമായിട്ട് യുവും എച്ചും ഉണ്ടാകണം. അപ്പൊ ഇടത്താരാ വലത്താരാന്ന് ഇപ്പം നമുക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എച്ച് ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ്. എച്ച് എസിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിരിക്കണമെങ്കിൽ തൊട്ട് വലത്തുവശത്ത് വരണമെന്ന്. സോ വലത്തുവശത്തായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. സോ എച്ച് ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എസ് അപ്പോൾ നെയ്ബർ ആയിരിക്കണം എച്ചിന്റെ. സോ ഇങ്ങനെ വരച്ചാലല്ലേ അത് പറ്റുള്ളൂ. ഞാൻ എടുക്കുന്ന ഇത് രണ്ട് രീതി ചിന്തിക്കാം, ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. ഞാൻ ക്ലോക്ക് വൈസിനെ റൈറ്റ് എന്ന് എടുക്കും എപ്പോഴും, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. സോ എസിന്റെ ക്ലോക്ക് വൈസ് ആയിട്ട് എച്ച് ഇരിക്കണമെന്നർത്ഥം. എച്ച് ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ. സോ ക്ലോക്ക് വൈസിനെ റൈറ്റ് എന്ന് അസ്യൂം ചെയ്താൽ പടം ഇങ്ങനെ വന്നേ പറ്റുള്ളൂ. സോ എച്ച് ഇവിടെ ആയതുകൊണ്ട് തന്നെ യു ആൻഡ് എച്ച് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എം ആകാൻ യുവിനെ ഇവിടെ വെച്ചാലേ പറ്റുള്ളൂ. ഇനി രണ്ട് പൊസിഷൻസ് കൂടെ ഉണ്ട്, ഓർക്കുക. ഈ രണ്ട് പൊസിഷൻസ് കൂടെ ഉണ്ട്. അവിടെ ആര് വരും? ഇ ഈസ് ദ ഓൺലി പേഴ്സൺ ബിറ്റ്വീൻ കെ ആൻഡ് എസ്. ഇ എന്ന് പറയുന്ന കെയിന്റെ എസിന്റെ നടുക്കാന്ന്. അപ്പൊ കെ ഇവിടെ വന്നല്ലേ പറ്റുള്ളൂ, എസ് ഇവിടെ ഇരിക്കുന്നോണ്ട്. സോ ഇ അപ്പൊ ഇവിടെ വരണം. ഇത് പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്യുന്നിടം വരെ ഇങ്ങനെ സെന്റൻസുകളെ കമ്പൈൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് പിക്ചർ. ഹൂ ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് യു. റൈറ്റ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആരാണ്? ഓക്കെ, ഒന്നുകൂടെ ഞാൻ പടം ഒന്നുകൂടെ നോക്കിക്കോട്ടെ, എല്ലാം കറക്റ്റ് ആണോ നോക്കട്ടെ. യു ആൻഡ് എച്ച് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എം. യു ആൻഡ് എച്ച് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എം കറക്റ്റ് ആണ്. ഈസ് ദ ഓൺലി പേഴ്സൺ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ കെ ആൻഡ് എസ്. ഓക്കെ, ഞാൻ വരച്ചപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു. ഇ ആണ് നടുക്കെന്നാണ് പറഞ്ഞേക്കുന്നത്, കെ ആണെന്നല്ല. ഞാനൊന്ന് തിരുത്തി വരയ്ക്കാം. ഇ ഈസ് ദ ഓൺലി പേഴ്സൺ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ കെ ആൻഡ് എസ് എന്ന ഞാൻ കെ ഈസ് സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ ഇ ആൻഡ് എസ് എന്ന് മനസ്സിലാക്കി. സോ ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്. സോ അത് തിരുത്താം. ഇ ഈസ് ദ ഓൺലി പേഴ്സൺ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ കെ ആൻഡ് എസ് എന്ന് പറഞ്ഞാൽ ഇ ഇവിടെ, കെ ഇവിടെ വരണം. സോ ദാറ്റ് ഇ ഈസ് ദ ഓൺലി പേഴ്സൺ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ കെ ആൻഡ് എസ്. ഇപ്പോഴാണ് പടം കറക്റ്റ് ആയത്. സോ മാറ്റി വരച്ചോളുക. സോ ഈസ് ദ ഓൺലി പേഴ്സൺ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ കെ ആൻഡ് എസ്. ഇനിയും പറയുക, ഹൂ ഇസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് യു. യുവിന്റെ ക്ലോക്ക് വൈസ് ആയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആരാണ്? കെ ആണ്. സോ തേർഡ് ഓപ്ഷൻ കെ ഇസ് ദ കറക്റ്റ് ആൻസർ. ഒന്നുകൂടെ പറയുന്നു, തേർഡ് ഓപ്ഷൻ കെ ആണ് കറക്റ്റ് ആൻസർ. ഇതാണ് കറക്റ്റ് പിക്ചർ.